വെൽക്കം ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് BSNL എൻ്റെ ഇപ്പോൾ കണക്ഷൻ എടുത്തിട്ട് 2 മാസം ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സെക്കൻഡ് മന്തിൻ്റെ ബില്ല് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെയാണ്, അതിൻ്റെ പേയ്മെൻറ്റിനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്നുകൂടി നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഇറങ്ങാണ്ട് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഗൂഗിൾ ക്രോമിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇതിപ്പോൾ കുറച്ച് മുമ്പ് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ടെന്ന് അവർക്ക് സെൽഫ് കെയറിലേക്ക് കയറാൻ പറ്റുന്നില്ല, എന്തോ ഇഷ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ പരിചയത്തിലുള്ളൊരു BSNL എംപ്ലോയിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറയണത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സെർവർ പ്രോബ്ലം വരുന്നുണ്ട്, അതുകൊണ്ടാണ് മറ്റേ ഇടയ്ക്ക് കയറാത്തതും ഇടയ്ക്ക് ലോഗിൻ ആവാത്തതൊക്കെയാണെന്നാണ് കംപ്ലയിൻറ്റ് പറയുന്നത്. ഇവരെ ഈ സെൽഫ് കെയർ സൈറ്റ് മെയിൻ്റനൻസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഈ പ്രോബ്ലം വരുന്നത്. അപ്പോൾ ഇവർ ഈ മെയിൻ്റനൻസ് ചെയ്യേണ്ട കമ്പനിക്ക് കാശ് കൊടുക്കാത്ത കാരണം ഇത് മെയിൻ്റനൻസ് ചെയ്യുന്നവർ ഇത് മാത്രമല്ല BSNL ഒറ്റ ആപ്പായാലും ശരി, ഇപ്പോൾ ഈ പോർട്ടലുകളായിട്ട് ശരി, അതൊക്കെ കുഴപ്പമാണ്, അതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ആഡ് ചെയ്യുന്നവർക്ക് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ കയറുമ്പോൾ ഇവിടെ ഇതുണ്ടാവില്ല. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട നമുക്കിവിടെ ഇതുണ്ടാവും, ആഡ് അക്കൗണ്ട് നമ്പർ, ആഡ് കസ്റ്റമർ അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അത് നമ്മൾ ആഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് വരട്ടെ, ലോഡിങ് ആണ്. ഇവരുടെ സൈറ്റിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വയർ ലൈൻ തന്നെ എടുക്കേണ്ടത്. ഞാൻ വയർലെസ് എന്നാണ് മുമ്പ് പറഞ്ഞെങ്കിൽ സോറി, അത് വയർ ലൈനാണ്. വയർ ലൈൻ എടുക്കുക, അതുപോലെ കസ്റ്റമർക്ക് നോർമലിന് എടുക്കുക, സ്റ്റേറ്റ് എടുക്കുക, നമ്മുടെ സെലക്ട് ചെയ്യുക. അതുപോലെ ബില്ലിംഗ് അക്കൗണ്ട് നമ്പർ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ കണക്ഷൻ എടുത്ത ആരെങ്കിലും നമ്പർ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നിങ്ങളുടെ FTTH BSNL ആൾക്കാരുടെ ആരെങ്കിലും നമ്പർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് ചോദിച്ചാൽ അവർ നമ്മുടെ ഈ അവിടെ നമ്മുടെ ഒരു എന്താ പറയുക, ഇതാണ് നമ്മുടെ സർവീസ് ID എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ നമ്പറാണ്. FTTH നമ്പർ ഉണ്ടാവില്ല, അതാണ്. അത് പറഞ്ഞവർക്ക് നിങ്ങൾക്ക് ബില്ലിംഗ് അക്കൗണ്ട് നമ്പർ പറഞ്ഞുതരും. അല്ലെങ്കിൽ ഫസ്റ്റ് ബില്ലാണ് വരിക. ഫസ്റ്റ് ബില്ല് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ കാണിക്കുന്നുണ്ട് അവർ ഓൾറെഡി. ഇത് ബില്ല് അക്കൗണ്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓൾറെഡി പറഞ്ഞുതരും. അത് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു OTP വരും. അപ്പോൾ OTP എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. പാസ്വേഡ് കിട്ടിയാൽ നമുക്ക് ഇതിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും, അതുപോലെ ഇത് ആഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരിക, ഈ 2 എണ്ണമായിട്ടാണ് വരിക. നമ്പറും കസ്റ്റമർ IDയും ബില്ലിംഗ് അക്കൗണ്ട് നമ്പറൊക്കെ ആയിട്ട്. ഇപ്പോൾ നമുക്ക് ബില്ല് നോക്കുകയാണെങ്കിൽ നമുക്ക് അക്കൗണ്ട് നമ്പറിൻ്റെ നമ്മുടെ ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, ഇതിൽ നമ്മൾ ഫൈബറിലേക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ സെക്കൻഡ് മന്ത് ബില്ലാണ്. അപ്പോൾ ആദ്യത്തെ ഇതാണ് എൻ്റെ കറക്റ്റ് എമൗണ്ട് വരുന്നത്. അപ്പോൾ 927 ആകുമെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് 927 തന്നെ വന്നേക്കുന്നത് കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് എന്താ പറയുക, അൺബിൽഡ് എമൗണ്ട് ടിൽ എന്താണ് പറയുന്നത്. ഇപ്പോൾ ഡ്യൂ ഡേറ്റ് തന്നേക്കുന്നത് 21-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് എനിക്ക് 4-ാം തീയതിയാണ് ഇപ്പോൾ ബില്ല് ജനറേറ്റ് അയക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പേയ്മെൻറ്റും ചെയ്യാം, നമുക്ക് ഇതിൽ കൂടെ തന്നെ ചെയ്യാം. പേ നൗ കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മുടെ എന്താ പറയുക, സർവീസ് ID എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ നമ്പറാണ്. അതിപ്പോൾ ആഡ് ആയ കാരണം ഓൾറെഡി ഉണ്ട്, സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ സെലക്ട് ചെയ്തപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ബില്ലിംഗ് അക്കൗണ്ട് നമ്പർ വന്നു, എമൗണ്ടും വന്നു, ഡ്യൂ ഡേറ്റും വന്നു. അപ്പോൾ നമുക്ക് പേ നൗ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് പോർട്ടലിലേക്ക് കയറുകയാണ്. അപ്പോൾ പേയ്മെൻറ്റ് പോർട്ടലിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ബാങ്ക്സ് ഉണ്ട്, അതുപോലെ നമ്മുടെ പറയുക നെറ്റ് ബാങ്കിങ് ഉണ്ട്, അതുപോലെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ഡെബിറ്റ് കാർഡ്, അതുപോലെ ക്യാഷ് കാർഡ് ഉണ്ട്. അത് നമുക്ക് നമ്മുടെ ഈ കൂപ്പൺ പോലത്തെ സാധനമാണ്. നമുക്ക് ഇതെന്തായാലും ഉണ്ടാകാൻ ചാൻസ് ഇല്ലല്ലോ മിക്ക ആൾക്കാർക്കും. അപ്പോൾ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ഡെബിറ്റ് കാർഡ് എടുക്കാം, അതിൽ മാസ്റ്റർ കാർഡ്, റൂപേ, വിസ എല്ലാം ഉണ്ട്. അതുപോലെ ക്രെഡിറ്റ് കാർഡാണെങ്കിലും ഈ സെയിം എല്ലാം നമുക്ക് വിസ എല്ലാ സംഭവം ഉണ്ട്. നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് നമുക്ക് തൽക്കാലം UPI സപ്പോർട്ട് വന്നിട്ടില്ല കേട്ടോ, അങ്ങനെ കുഴപ്പമുണ്ട്. നമുക്ക് തൽക്കാലം ക്രെഡിറ്റ് കാർഡ് എടുക്കാം. എൻ്റെ ക്രെഡിറ്റ് കാർഡ് മാസ്റ്റർ കാർഡാണ്. അപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് നമുക്ക് ഗേറ്റ് പേ ഏതാ വേണ്ടത്. അപ്പോൾ ബിൽ ഡെസ്ക് ആണ് അത്യാവശ്യം നല്ല ഗേറ്റ് പേ. വലിയ കംപ്ലയിൻറ്റ് വരാത്തത് ബിൽ ഡെസ്ക് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ 625613 അടിച്ചു കൊടുക്കാം. കണ്ടിന്യൂ ഫോർ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രോസസ്സിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാർഡ് ഡീറ്റെയിൽസ് ഒന്ന് കൊടുക്കണം. അപ്പോൾ ഞാൻ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് തിരിച്ചു വരാം. പേയ്മെൻറ്റ് ആയിട്ടുണ്ട്. എന്നിപ്പോൾ നമ്മുടെ അതേ ലിസ്റ്റിൽ കൂടെ തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തപ്പോൾ വലിയ ഇഷ്യൂ ഒന്നും ഇല്ലാണ്ട് പേയ്മെൻറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ മുകളിൽ സക്സസ് പേയ്മെൻറ്റ് ഈ സക്സസ്ഫുൾ എന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ബില്ലും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സേവ് ആസ് PDF ഓപ്ഷനുണ്ട്, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പ്രിൻ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും PDF ആയിട്ട് സേവ് ചെയ്യാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതിൽ ബില്ലിലേക്ക് അല്ല നമ്മുടെ ഇമെയിലിലേക്കും മെസ്സേജായിട്ടും വന്നിട്ടുണ്ടായിരിക്കും. എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ PDF സേവ് ചെയ്തു. നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം.
കണ്ടിന്യൂ കൊടുത്തപ്പോൾ എന്തോ ലോഗ് ഔട്ട് സെക്ഷൻ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ എന്തായാലും കുറച്ച് സമയം എടുക്കും ഇത് നമ്മുടെ അപ്ഡേറ്റ് ആവാൻ. അപ്പോൾ നിങ്ങളിപ്പോൾ ആദ്യം ഒന്നുകൂടിയും BSNL കയറി കഴിഞ്ഞാലും ഇപ്പോൾ ഞാൻ വേറെ പേജിലേക്ക് പോയിട്ട് നമ്മുടെ ഹോമിലേക്ക് വന്നിട്ടില്ല. അവിടെ ഹോം ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ക്ലിക്ക് കയറി കൊടുത്തപ്പോൾ ഓപ്പൺ ആയി. ഇപ്പോൾ കയറി നോക്കട്ടെ. ഇതിപ്പോൾ എന്തായാലും അപ്ഡേറ്റ് ആവാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ അപ്ഡേറ്റ് ഉണ്ടാവും. അവർ ഓൾറെഡി പറയേണ്ട ഒരു അപ്ഡേറ്റ് ആയിട്ടില്ല. കണ്ടോ, 2 ദിവസം പിടിക്കുന്നതാണ് അപ്ഡേറ്റ് വന്നിങ്ങനെ. അപ്പോൾ എന്തായാലും റിസിപ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു രണ്ടാമത്തെ ബില്ലിൽ ഷെയർ ചെയ്യേണ്ട അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഷെയർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്സ്.